ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോനാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിയിട്ടിരിക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ലവറാണ് കേട്ടോ. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കേണ്ട കേട്ടോ. അതേ ടൈമിൽ ഇവനാണെങ്കിൽ ആ ഫോട്ടോ കിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ വേറൊരു പെൺകുട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോയിൻ കേട്ടോ. ഇവളുടെ പേരാണ് ലില്ലി. ഇവൾക്കാണെങ്കിൽ ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് കേട്ടോ. ഇവൾക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം. ആ ടൈമിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന് ഇഷ്ടമാവുന്നുണ്ട്. പിന്നെ ഹീറോനെ ഓൾറെഡി ഇവൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഒരു റിച്ച് മാനാണ്. അങ്ങനെ ഇവളുടെ ബോഡി ഗാർഡായിട്ട് ഇവൻ വരുന്നുണ്ട്. അതിനുശേഷം ഇവൻ്റെ അടുത്ത് ക്ലോസ് ആവാനൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇവളെ എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇവൾ പൂളിൽ വീഴുന്ന സമയത്ത് ഇവൾ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ആദ്യം വന്നിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ വന്നിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്ത് രക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇവൻ ടവലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവന് ആലോചിക്കണത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കണത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇവളുടെ സിസ്റ്ററാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിനെ ആലോചിക്കണം. എന്നിട്ട് ഇവളാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ അവൻ പറയേണ്ട ഒരു പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരുത്തം വന്നിട്ട് ഇവളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഇവൻ കണ്ടിട്ടും അവിടേക്ക് പോകണില്ല കേട്ടോ. പിന്നീട് ഇവളും വീണ്ടും ബോഡി ഗാർഡിനെ അതായത് നമ്മുടെ ഹീറോനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവളെ അതായത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇവളെ സ്റ്റെപ്പ് സിസ്റ്റർ കാണുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഫോട്ടോയ്ക്കാണ് അവൻ കിസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അവന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഇടയിൽ കയറി നിൽക്കണം. അങ്ങനെ ഒരു റോപ്പ് കൊണ്ടായിരിക്കും. ആ സമയത്താണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ ഇവൻ സേഫാക്കി വെക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പരിക്ക് ഏൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ കേട്ടോ. എൻ്റെ സിസ്റ്റർക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾക്ക് എന്നെ ഹേർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൾ ആക്ടിങ് സഹിക്കാൻ പറ്റാണ്ട് ഇവളാണെങ്കിൽ ഗ്ലാസ് എടുത്ത് നിലത്ത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾ ഞെട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയണത് നിർത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയത്ത് സിസ്റ്റർ പറയാണ് നീ എന്തിനാ എന്നോട് വെറുപ്പ് കാണിക്കണേന്നൊക്കെ ചോദിക്കണം. ഞാനെന്ത് തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറച്ച് ഇമോഷണലായിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ അവൾ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നീ കാരണം എനിക്കിങ്ങനെ സംഭവിച്ചു, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് ഞാനാണ് നിന്നെ നിയമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൻ പറയേണ്ട പണിഷ്മെൻറ്റ് എന്തായാലും എനിക്ക് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ സ്റ്റെപ്പ് സിസ്റ്റർ ഇടയിൽ വന്നിട്ടാണ് അവൻ അടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ ഒരടി നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചാട്ട പറഞ്ഞിട്ട് അടിക്കണത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ നിന്ന് പൊക്കൊന്ന് പറയുന്നുണ്ട് കേട്ടോ, മതി ആക്ടിങ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇവന് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമൊക്കെ ആയില്ല കേട്ടോ. ഇവനാണെങ്കിൽ ഇവിടെ എടുത്ത് കൊണ്ടുപോകേണ്ട ആ സമയത്ത് ഇവളുടെ നോട്ടം കണ്ടു കഴിഞ്ഞിട്ട് വില്ലത്തിലൊക്കെയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് സാഡൊക്കെ ആയിട്ട് നടന്നു വരാണ്. അതായത് ഇവനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നടന്നു വരുന്നത് കേട്ടോ. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ പണിയാണ്. അതായത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ അടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ണുറക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ കെട്ടിയൊക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാളാണെങ്കിൽ എന്താ മുഖം മൂടിയൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണത്. എന്നിട്ട് ഈ സമയത്താണെങ്കിൽ ഇയാൾ പറയുന്നത് നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഹീറോയിൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ച് വെച്ചേക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ കോൾ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോൻ്റെ വോയിസ് കേൾക്കേണ്ട ഏതെന്നാണ് അവൻ്റെ പേര് കേട്ടോ. 99 അടി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കേട്ട് ഇവളൊന്ന് ഷോക്ക് ആവേണ്ടി. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്ത വാർഡിൽ അവളുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ നല്ല രീതിക്ക് ഇറങ്ങിയോടൊക്കെ നോക്കാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം ഇവൻ അടിക്കാൻ പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇവളും ഭയങ്കര സാഡൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അച്ഛനെ കോൾ ചെയ്തിട്ട് പറയാണ് ഞാൻ മാരേജ് ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മാരേജിന് സമ്മതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയേണ്ട ഒരു പാർട്ടി വന്ന് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററുടെ ബർത്ത്ഡേ ആയിരിക്കും. ആ സമയത്ത് അവൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ ഇവളെ കണ്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് സ്റ്റെപ്പ് മദറിനൊന്നും ഇവളെ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. ഇവളെ അച്ഛനും ഇവളെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. എന്നിട്ടാണെങ്കിൽ നമ്മുടെ
ഹീറോയിനാണെങ്കിൽ അവൾ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ് നമ്മുടെ ഹീറോയിൻ്റെ അമ്മേനെ നമ്മുടെ അച്ഛനാണെങ്കിൽ നല്ല രീതിയിലൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കണത് കേട്ടോ. അവളെ അമ്മയുടെ കുറച്ച് ജ്വല്ലറീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ പണിയാണ് കേട്ടോ. എന്നിട്ട് ഇവള് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വെല്ലുവിളിക്കാൻ കേട്ടോ, നിൻ്റെ അമ്മയുടെ സ്വർണ്ണമൊക്കെ എനിക്ക് സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ടുണ്ട്. ഇവള് അടിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ തന്നെ അടിച്ചിട്ട് പറയാണ് അയ്യോ ഇവളെന്നെ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവൾ അച്ഛനും അതുപോലെ തന്നെ സ്റ്റെപ്പ് മദറും നമ്മുടെ ഹീറോക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആക്ച്വലി അടിച്ചിട്ടുണ്ടായിരിക്കാൻ ഇവളാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് നിലത്ത് വീണ് പൊട്ടിച്ചിട്ട് പറയാണ് എല്ലാവരും ഭയങ്കര ആക്ടിങ് എന്ന് പറയാണ്ട് എനിക്കായിട്ട് ആരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവള് പറയാണ് ഇന്നത്തോടു കൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഫാദറിനുണ്ടല്ലോ ഇവളോട് തീരെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. സ്റ്റെപ്പ് സിസ്റ്ററാണ് ഇഷ്ടം, ഇവളെ നല്ല രീതിയിൽ ഒന്നും കെയർ ചെയ്യണില്ല. എന്നിട്ട് ഇവള് പോയി കഴിയുമ്പോൾ നമ്മുടെ ഹീറോണെങ്കിൽ പിറകിക്കൂടെ വന്നിട്ട് ഇവളെ കൈ കയറി പിടിച്ചിട്ട് പറയാണ് എന്തായാലും സെക്കൻഡ് സിസ്റ്റർ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്ത് മോശമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവള് പറയുന്നത് നീ അവളെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് വാണിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ക്ലബ്ബിൽ വന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ കേട്ടോ. ഇവിടെ ഫ്രണ്ട്സൊക്കെ ഇതിട്ട് എന്നിട്ട് ഇവള് പറയാണ് എൻ്റെ ലവൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്, എനിക്ക് ആരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറയാണ് ഞാൻ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സെക്കൻഡ് ഹീറോൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇവളും പറയുന്നുണ്ട് നീ നല്ല ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നീ അവൻ പോവാണെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ചീറപ്പേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒക്കെ ഫ്ലാറ്റ് ആവുകൊണ്ട് കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ അടുത്ത് ഭായി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് അവളുടെ ഒരു ഫ്രണ്ട് കുറച്ച് ഇമോഷണലായിട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നീ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും പറയാണ് ഞാൻ പോവാന്ന് പറയുന്നുണ്ട്, ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവന് വേണ്ടിയിട്ടാണ് നിന്നത്, പക്ഷേ അവനാണെങ്കിൽ എനിക്ക് വാല്യൂ തരണില്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവളെ ഹഗ് ചെയ്തിട്ട് ഞാൻ നിന്നെ കോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അവൾക്ക് തീരെ ഇഷ്ടമൊന്നുമില്ല പോകാൻ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവളെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ ആ ക്ലബ്ബിൽ വേറെ റൂമിൽ നിന്നിട്ട് അവളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ് ഏതിന് ഇഷ്ടം എന്നെയാണ് അവളല്ല, അവരെ തമ്മിൽ തെറ്റിക്കാൻ കുറേ പാടുപെട്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ട. അപ്പോൾ ഇവളത് കേട്ട് സ്ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ അമ്മയുടെ കല്ലറിൽ വന്നിട്ട് പൂവൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ ഇങ്ങനെ കരഞ്ഞിട്ട് ഇമോഷണലായിട്ട് പറയാണ് അമ്മ പോയത് കൂടി എന്നെ ആരും നോക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്കായിട്ട് ഫാമിലി ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും കരഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ തിങ്സ് കാര്യങ്ങളൊക്കെ പേക്കാൻ കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും, ആ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ എടുത്ത് അവൾ കാട്ടിക്കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളുടെ ഡാഡിനെ വിളിച്ചിട്ട് പറയണേ ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട്, ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവള് മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഇവൻ പറയാണ് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയാണ് വേണ്ട എനിക്കൊരു ഹെൽപ്പൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവൻ പറയാണ് എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ തിരിഞ്ഞ് പോകാൻ നിൽക്കണം. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവൾ പുറത്ത് പറയാണ് ഗുഡ് ബൈ ഏതെന്ന് പറയുന്നുണ്ട് കേട്ടോ, എങ്കിൽ നമ്മൾ പരസ്പരം മീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ തിരിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് എന്തെങ്കിലും പറഞ്ഞൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട. അതായത് ഇവിടെ എല്ലാ കണക്ഷനും ഒഴിവാക്കിയിട്ടാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് കേട്ടോ. ഇവിടെ മാരേജ് ചെയ്യാൻ പോണ പയ്യനാണെങ്കിൽ അവനാണെങ്കിൽ എണീക്കില്ല കോമാവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ആ പയ്യനാണ് ഇവിടെ മാരേജ് ചെയ്യാൻ പോണത്, ആൾക്ക് നല്ല സ്വത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അച്ഛൻ തന്നെ മുന്നേ അവളെ ഏർപ്പെടുത്തിയതായിരിക്കും മാരേജ് ഒക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവളെ ഫോണും അതുപോലെ സിം കാർഡൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവും കേട്ടോ. അതായത് ഇനി കോൺടാക്ട് ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചിട്ട്. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വരുന്ന സമയത്ത് അവൻ്റെ ചെസ്റ്റിൽ വേദന ഉണ്ടായിരിക്കും. അവിടെ ആണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്ററുടെ പേരാണെങ്കിൽ പച്ച കുത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവൾക്കാണെങ്കിൽ എന്തോ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ആ സമയത്ത് ഇവളുടെ ഡാഡി ഇവിടെ സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആളെ മാരേജ് ചെയ്യാൻ പോയല്ലോ, അപ്പോൾ ആ ടോപ്പിക്ക് കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ സ്നാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഇവൾക്ക് ഭയങ്കര ടേസ്റ്റൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് പറയണം ഞാൻ വേറൊരാൾ മാരേജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ശരിക്കും പറഞ്ഞ റിച്ച് മാൻ ആണല്ലോ, അവൻ്റെ പേര് വെൻ എന്നൊക്കെയാണ്. അപ്പോൾ അവൻ ഇവിടെ ബോഡി ഗാർഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഇവളെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഇവർ റിച്ച് മാനെന്ന് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവൻ പറയാണ് ഞാനൊരു പാർട്ടി വെക്കണ്ടായിരിക്കും നീ വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറയണത്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ എന്തായാലും ആ മീറ്റിംഗ്
മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിനക്കൊരു സർപ്രൈസ് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിന് എൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് പറയാണ് പാർട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറയാം. അതായത് ഇവൻ പ്രൊപ്പോസ് ചെയ്യാൻ പോകണം കേട്ടോ, സ്റ്റെപ്പ് സിസ്റ്റർ. പിന്നെ നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററാണ് കാണിക്കാൻ വന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട് ചോദിക്കാൻ അവൾ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാണ് അവളാണെങ്കിൽ ഇവിടെ ഇല്ല, മസാജ് സെൻ്ററിലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ടൈം നോക്കുന്നുണ്ട്. ടൈം നോക്കുന്ന സമയത്ത് പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മുടെ ഹീറോ എന്ന് വെച്ചാൽ ഇവൻ്റെ ഐഡൻറ്റിറ്റി ശരിക്കും റിവീൽ ആക്കാൻ കേട്ടോ. അതായത് ഇവൻ റിച്ച് മാൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവളെ എവിടെയെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവളെ വിചാരം ഇവനൊരു ബോഡി ഗാർഡൊക്കെ ആണെന്ന് കേട്ടോ. ആക്ച്വലി നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഹീറോനെ തന്നെയാണ് കേട്ടോ. ഇവൻ്റെ പേര് ശരിക്കും വെന്നെന്നൊക്കെയാണ് കേട്ടോ. ഇവൻ എന്ന് വെച്ചാൽ നല്ല റിച്ച് ഫാമിലി പെട്ടവനാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ നേരെ മസാജ് സെൻറ്ററിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സെക്യൂരിറ്റി ഇവനെ തടഞ്ഞിട്ട് പറയുന്നത് VIP പാസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറയാണ് ഇയാളെന്ന് പറയുന്നത് നിനക്ക് ആരാന്നറിയില്ല എന്ന് വെച്ചാൽ ഓൾറെഡി VIP എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിലോ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഏതനും അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററും അവളും തമ്മിൽ പിരിപ്പിക്കാൻ ഞാൻ കുറേ ടൈം എടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഏതനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് ക്ലോസ് ഒക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവനെ വലിയ ഇഷ്ടമൊന്നുമില്ല, അവൻ ജസ്റ്റ് ഒരു ബോഡി ഗാർഡൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ അവളെ അവസരങ്ങളൊക്കെ ഞാൻ തട്ടിയെടുത്തു, അവൾക്ക് എബ്രോഡിൽ പോകേണ്ട അവസരങ്ങളൊക്കെ ഞാൻ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ഇവള് കൂട്ടുകാരി പറയുകയാണേ ഏതെന്ന് പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് അവനറിഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു, അവന് ജസ്റ്റ് ഒരു ബോഡി ഗാർഡ് അല്ലേ, ഞാൻ എന്തായാലും ഫാമിലിപ്പെട്ട പെണ്ണിനെ മാരേജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത് സിസ്റ്റർക്ക് കിട്ടേണ്ടതായിരുന്നു അത്, പക്ഷെ ഞാനത് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ ഡോർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ചോദിക്കേണ്ട ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊന്നും മിണ്ടല്ല. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കാറിൽ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അതായത് തെറ്റാണ് അവൻ ലവ് ചെയ്തിരുന്നത്. എന്നിട്ട് ഇവൻ്റെ ഗ്രാൻഡ്പനെ വിളിക്കുന്നുണ്ട്. ഗ്രാൻഡ്പ പറയാണ് നീ ആരെ ഇതുവരെ സ്നേഹിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്ന് പറയുന്നത് ഏത് പെൺകുട്ടിനെയാണ് സ്നേഹിച്ചത്, ഇവളാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ. അവൾ ഒരുപാട് ചെക്കന്മാരൊക്കെ ആയിട്ട് തെറ്റായിട്ടുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാൻഡ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് നീ അവിടുത്തെ എൽഡസ്റ്റ് ഡോക്ടറെ അല്ലേ കല്യാണം കഴിക്കണം, എന്നിട്ട് അതിന് പകരം എന്താ അവളെ സിസ്റ്റർ നോക്കിയെന്നൊക്കെ നോക്കിയിട്ട് ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവൻ എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിനെയാണ് അവൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ എല്ലാ അവസരങ്ങളും സ്റ്റെപ്പ് സിസ്റ്റർ തട്ടിയെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവന് തെറ്റായിട്ട് മീൻ ചെയ്തിട്ട് ഞാൻ അവളാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അയാളും ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഉറപ്പാണ് നമ്മുടെ ഹീറോയിൻ ചെറുപ്പത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി പെട്ട ആളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മോളാണ് മാരേജ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ വിചാരിച്ചത് സ്റ്റെപ്പ് സിസ്റ്ററാണ് മോളെന്ന് വിചാരിച്ചിട്ടാണ് അവളോട് അവളെ സ്നേഹിച്ചത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ ഹീറോയിനാണ് ആ മോളിൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇവന് മനസ്സിലാവുന്നിട്ട് ഇവന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അവൾ പറഞ്ഞ വാക്കുണ്ടല്ലോ അതാണ് അവൻ ആലോചിക്കുന്നത്. അതായത് ഇനി ഞാനും നിങ്ങൾ തമ്മിൽ യാതൊരു റിലേഷനില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ 99 അടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ നല്ല കരച്ചിൽ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് 3 വർഷം മുന്നേ ഒരു ചാരിറ്റിയിലാണെങ്കിൽ ഇവൻ്റെ ഒരു പൂച്ചക്കുട്ടി മരത്തിൽ കയറിണ്ടായിരിക്കും. അപ്പോൾ ആ മരത്തിൽ കയറിയ പൂച്ചക്കുട്ടീനെ ഒരു പെൺകുട്ടി രക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ആ പെൺകുട്ടി സ്റ്റെപ്പ് സിസ്റ്ററാണ് രക്ഷിച്ചെന്ന് വെച്ചിട്ടാണ് ഇവന് അവളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവുക കേട്ടോ. അപ്പോൾ അതാരാന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അവൻ ഫോൺ വിളിച്ചിട്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ കാണിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് വന്ന് കഴിഞ്ഞിട്ട് അവൻ ആ ഫൂട്ടേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ പൂച്ചക്കുട്ടീനെ എടുക്കുന്നത് ഏത് പെൺകുട്ടിയാണെന്ന്. അപ്പോൾ ഇവൻ സ്റ്റെപ്പ് സിസ്റ്ററാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷേ ആക്ച്വലി നമ്മുടെ ഹീറോയിനായിരിക്കും കേട്ടോ. ഇത് കണ്ട സമയത്ത് ഇവനാണെങ്കിൽ ആ ടാബൊക്കെ എടുത്ത് പൊട്ടിക്കേണ്ടത്. എന്നിട്ട് പറയണേ എനിക്ക് എപ്പോഴും തെറ്റായിട്ടാണല്ലോ എല്ലാം കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സ്നേഹിച്ചത് അവളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര വിഷമമാണ് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററും അതുപോലെ തന്നെ അമ്മയച്ഛനും ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം വെല്ലിനെ മീറ്റ് ചെയ്യാൻ വരുന്നതാണ് നമ്മുടെ വരുന്ന തന്നെയാണല്ലോ. എന്നിട്ട് പറയണേ നീ ഭാഗ്യവതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ മുന്നിലേക്ക് എൻ്റർ ആവാണ് കേട്ടോ. അപ്പോൾ ഹീറോനെ കാണുന്ന സമയത്ത് ഇവരൊന്ന് ഷോക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നീയാണോ വരുന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറയണേ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ബോഡി ഗാർഡായിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ ഒന്നും മിണ്ടല്ല. എന്നിട്ട് പറയാണ് സ്റ്റെപ്പ് സിസ്റ്റർ എടുത്ത ഫ്രണ്ട്സൊക്കെ പറയുന്നത് നീലയ്ക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ അവളെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ, കാരണം എത്ര റിച്ച് മാനൊക്കെ ആണല്ലോ. എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഉടനടി നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതിന് ഞാൻ സ്നേഹിച്ചത് ഇവിടെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സ്റ്റെപ്പ് സിസ്റ്റർ മുഖമൊന്ന് വാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് പിന്നെ ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരങ്കിളെ കൊണ്ടുവന്നിട്ട് പറയാണ് നിന്നെ മാരേജ് ചെയ്യാൻ പോണത് ഇയാളാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സ്നേഹിച്ചത് നിൻ്റെ ചേച്ചിനാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് 3 വർഷം മുന്നേ ചാരിറ്റിയിൽ പൂച്ചിക്കുട്ടീനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അത് നിൻ്റെ സിസ്റ്ററല്ല പക്ഷെ നീയാന്ന് പറഞ്ഞിട്ടല്ല നീ എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ സിസ്റ്ററാണ് രഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കുക. അതായിരിക്കും ഇവന് ഇവിടെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ പറയണം. എന്നിട്ട് പറയാണ് നിങ്ങൾ വളരെ ബാഡായിട്ടാണ് നിങ്ങളെ മോളെ ട്രീറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുള്ള ശിക്ഷയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് വയലൻ്റായിട്ട് പറയാണ് അല്ല അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സ്നേഹിച്ചത് നിൻ്റെ ചേച്ചിനെന്ന് പറയുന്നുണ്ട്, തെറ്റായിട്ടായിരുന്നു ഇതുവരെ എൻ്റെ കണ്ണിലൊക്കെ കണ്ടേന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇവിടെ പിടിച്ചു കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ബോഡി ഗാർഡ്സൊക്കെ ഒന്ന് അവനെ കൊണ്ടുപോകണ്ട. എന്നിട്ട് അച്ഛൻ പറയാണ് എനിക്ക് എന്തായാലും ഈ കല്യാണത്തിന് സമ്മതം എന്ന് പറഞ്ഞിട്ട് അയാളെ അതായത് ഇയാൾക്ക് എങ്ങനെയും കുഴപ്പമില്ല ക്യാഷ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് നിങ്ങൾക്കുള്ള ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ ഫാമിലി അത് മൊത്തം ബാങ്ക്രപ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ബ്ലാക്ക് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇവൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഹീറോൻ്റെ അടുത്ത് പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇവൻ്റെ പേരാണ് ചാർലിയാണെങ്കിൽ കോമയിൽ കിടക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവന് നല്ല രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവനും ഒരു റിച്ച് മാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് മാരേജ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ്റെ പേരായിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവന് കുറേ ക്യാഷ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇവൻ കണ്ണുറക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പേടിച്ചിട്ട് അവിടെ വന്നിട്ട് അവർ മോർത്തിക്കിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടറെ വിളിക്കണം. ആ സമയത്ത് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഹീറോ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചാർലി ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇപ്പം അവന് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മയാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഓക്കെ അല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് മാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാൻ എനിക്കൊരു കുഴപ്പമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ലില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ നീ ഇവളെ മാരേജ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനിട്ട് ഇവളെടുത്ത് വന്നിട്ട് താങ്ക്സ് മോൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവളും പറയുന്നുണ്ട് താങ്ക്സ് ഒന്നും പറയേണ്ട ആൻറ്റിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഹീറോയിനെ എന്തോ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ സർവ്വന വന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോ വിളിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, ചാർലി. അങ്ങനെ നമ്മുടെ ചാർലിയുടെ അടുത്തേക്ക് പോകുന്നത് നമ്മുടെ ഹീറോ. എന്നിട്ട് ചാർലി പറയാണ് നിനക്ക് സമ്മതം അല്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കൊന്നും പറയുന്നുണ്ട് കേട്ടോ എന്നെ മാരേജ് ചെയ്യാൻ. അതായത് നമ്മൾ തമ്മിൽ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് സമ്മതക്കുറവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് നിങ്ങളെ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാർലി പറയുന്നുണ്ട് ഇത് കൺഫേം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയണ അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇനി നമ്മുടെ ഹീറോയിൻ ഫാമിലി ഒന്നുമില്ല, ഇവന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഇവനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെർവൻറ്റിനെ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർലി പറയാണ് നിങ്ങൾ മാഡത്തിന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിന്. അപ്പോൾ അവരും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ എണീക്കുന്ന ടൈമിൽ നമ്മുടെ സെർവൻസൊക്കെ ഒരുപാട് ഡ്രസ്സുകളും അതുപോലെ ജ്വല്ലറി ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോക്കോ ഞാൻ തന്നെ ഒരുങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് നമ്മുടെ മാരേജ് എന്ന് പറയുന്നത് നാളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചാർലിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ചാർലി നമ്മുടെ ഹീറോയിനെ വൺ സൈഡായിട്ട് ലവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഹീറോൻ്റെ അടുത്ത് പറയുന്നതാണ് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചത് കേട്ടോ. എന്നിട്ട് പറയാണ് അവളെ മാരേജാന്ന് പറയേണ്ടി ഇന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര നാളും തെറ്റായിട്ട് ഒരാളായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക, ഞാൻ ആ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് അവളെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ മാരേജ് നടക്കാൻ പാടില്ല അത് മുടക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവനെ ഫോളോ ചെയ്ത് ഫ്രണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ ഹീറോയിനും അതുപോലെ ചാർലിയും കൂടി മാരേജിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരുങ്ങാനുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ ചാർലി പറയാണ് നീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ ഏതിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് കേട്ടോ. ഇവൾക്ക് ഇപ്പോഴും ഏതിനോട് എന്തോ ഇഷ്ടമൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചാർലി ചോദിക്കണം നീ എന്താ ആലോചിക്കണം ചോദിക്കണം. അപ്പോൾ ഇവിടും പറയില്ല ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെഡിങ് സെറമണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ പരസ്പരം സമ്മതം ചോദിക്കുന്ന ചടങ്ങായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്
അതായത് നമ്മുടെ ഹീറോയും റിച്ചായാലും ബോറായാലും മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ യെസ് എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ സമ്മതമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏതം വരുന്നുണ്ട്. ഏതം വന്നിട്ട് പറയാണ് ഈ മാരേജിന് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ കാണുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഷോക്കാവാൻ കേട്ടോ. കാരണം ഇവൻ വൻ ഫാമിലി പെട്ട ആളല്ലോ. ഇവന് ശരിക്കും ഒരു പ്രിൻസാണ് കേട്ടോ. കാരണം അവൻ അത്രയ്ക്കും ടോപ്പ് റിച്ച് മാനാണ്. ഇവനെന്തിനാണ് ഇവിടെ വന്നേക്കാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിവിടെ വന്നേക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഏതം പറയുന്നുണ്ട് ഇത്ര നാൾ ഞാൻ തെറ്റായിട്ട് ഒരാളെ ലവ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നീയാണ് ശരിക്കും ആൻറ്റിയുടെ മോളെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നിന്റെ സ്റ്റെപ്പ് സിസ്റ്ററാണ്. അതുപോലെ തന്നെ 3 വർഷം മുന്നേ തന്നെ എൻ്റെ പൂച്ചക്കുട്ടീനെ നീയല്ലേ രക്ഷിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അവളാന്ന് വെച്ചിട്ടാണ് അവളെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് നിന്നോടാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ ഇഷ്ടമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ എന്ത് പറയണമെന്ന് അറിയില്ല. എന്നിട്ട് ഇവൻ പറയാണ് സോറി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവളെ ഇത്ര നാളിങ്ങനെ തെറ്റായിട്ട് റൂഡായിട്ട് ഇവളെടുത്ത് ബിഹേവ് ചെയ്തില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഇമോഷണലായിട്ട് നമ്മുടെ ഏതിൻ്റെ അടുത്ത് പറയാണ് നീ എന്നോട് ചെയ്ത് എന്തൊക്കെയാണ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സോറി പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ആ 99 അടി അടിക്കാൻ പറഞ്ഞല്ലോ അത് ഫോണിൽ കൂടെ പറയുന്നത് ഇവള് കേട്ടല്ലോ ഇവൻ്റെ വോയിസ് ഇവനാന്ന്. എന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നീ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇപ്പോഴും എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഹ്യൂമണാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഞാൻ അത് മറക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഏതും പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റായിട്ടായിരുന്നു അന്നൊക്കെ ചിന്തിച്ചിരുന്നത്, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ ഇവളെ കയ്യിരിക്കണ ബൊക്കെടുത്ത് വലിച്ച് അവൻ്റെ ദേഹത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇന്നെൻ്റെ മാരേജാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഏതെങ്കിലും പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല, നിന്നോട് ഇത് ബാഡായിട്ട് ട്രീറ്റ് ചെയ്താൽ അവർക്കൊക്കെ നല്ല പണിഷ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ 60 വയസ്സുള്ള ആളെ കൊണ്ട് ഞാൻ മാരേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിൻ്റെ ഫാമിലി മൊത്തം ഞാൻ ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ആരും ഉപദ്രവിക്കാൻ എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചാർലി ഡെഗറിറ്റ് പറയുന്നത് ഇതെൻ്റെ മാരേജാണ്, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചാർലി പറയാണ് നീ ഇപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് സ്നേഹിക്കണേ ചോദിക്കണേ, ഇവിടെ നീ എങ്ങനെ ട്രീറ്റ് ചെയ്ത് നിനക്ക് ഓർമ്മയുണ്ടോ ചോദിക്കണേ, നീ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളോട് നിനക്ക് യാതൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണ് ഇവൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറേണ്ട. ആ സമയത്ത് നമ്മുടെ ഏതിന് ദേഷ്യം വന്നിട്ട് ഇവൻ അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാർലി പറയാണ് എന്നത് ഞാൻ ഇവിടെ അടിക്കുന്നു പറഞ്ഞിട്ട് ഇവൻ കവള് കാണിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഈ സമയത്ത് ഏതും പറയുന്നത് നീ ജസ്റ്റ് ഇപ്പോൾ റിക്കവർ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് 60 മില്യൻ്റെ കോൺട്രാക്ട് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ മാരേജ് ക്യാൻസലാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചാർലി പറയുന്നുണ്ട് എത്ര മില്യൻ തന്നാലും ഞാൻ ഇവിടെ നിനക്ക് വിട്ടു തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഏതിൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ മാരേജ് നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചാർലിയുടെ അച്ഛനമ്മയും പറയുകയാണ് ഇത് ഞങ്ങളുടെ ഡോക്ടറിലോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി തങ്കാണ്, ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. കാരണം ഇവൾക്കുന്നൊരു ഫാമിലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയാണ് വെഡിങ് സെറമണി സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിന് പേടിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതും പറയുന്നുണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ് ഇവനാണെങ്കിൽ ബോംബൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ വെഡിങ് സെറമണി ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന അതായത് ഇവിടെ പറ്റൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ മരിക്കുന്നു പറയുന്നുണ്ട്. കാരണം ഇവൻ ബോംബ് കൊണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ പേടിക്കുന്നുണ്ട്. പറയാണ് പ്ലീസ് വെഡിങ് ക്യാൻസലാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് എന്ത് പറയണമെന്ന് അറിയില്ല. എന്നിട്ട് നമ്മുടെ ഏതും പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചാർലിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ചാർലിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ തൽക്കാലം അവൻ്റെ കൂടെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചാർലി പറയുന്നുണ്ട് നീ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ കൈമ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവാം, ജസ്റ്റ് ഒരു 1 വീക്ക് ടൈം ഞാൻ അവന് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാർലിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാർലിയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഏതിൻ്റെ അടുത്ത് പറയണു 1 വീക്ക് ഞാൻ ടൈം തരുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചാർലിയുടെ അമ്മ ഒരു ബാഗ് കൊടുത്തിട്ട് പറയാണ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏതും പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആൾ എന്നിട്ട് ഇവളോട് കാറിൽ കയറിയിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ കാറിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിലോ അവൾ കാർ ലോക്കാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതിനാണെങ്കിൽ കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് അവനാണെങ്കിൽ ഫ്രണ്ടിൽ കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഒരു പ്ലേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ വൈറ്റ് ഇങ്ങനെ
ലവ് ഷേപ്പിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും പോകണം. എന്നിട്ട് പറയുന്നത് എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ വൈറ്റ് അല്ല റെഡ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏതനാണ് ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഫുഡ്. എന്നിട്ട് പറയണം വാ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിലേ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുകയാണ് ഈ മധുരം, അതായത് ഈ മധുരം ഉള്ളത് അവൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത്. സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എരിവ് ഭയങ്കര ഇഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പറയുന്നത് എനിക്ക് ഫുഡൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്കുണ്ട്. ആ സമയത്ത് നമ്മുടെ ഏതും പറയാണ് ഇവളെ ചാട്ടവാറിന് അടിച്ചിട്ടുണ്ടായിരിക്കും 99 ഇടി. അപ്പോൾ അതിന് പകരം ഇവൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവൻ വന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കേണ്ട എന്തേലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതും പറയാണ് അല്ല നിനക്ക് കൈ വേദന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയും നിങ്ങളിങ്ങനെ സ്റ്റുപ്പിഡായിട്ടുള്ള ഇമോഷനൊന്നും കൊണ്ടുവരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണ് ഇതെടുത്ത് നിലത്തിടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഏതിനാണെങ്കിൽ അവൻ്റെ ചെസ്റ്റിലാണെങ്കിൽ അവൾ പേരിങ്ങനെ കുത്തിയിട്ടുണ്ടായിരിക്കും സ്റ്റെപ്പ് സിസ്റ്ററുടെ. എന്നിട്ട് പറയുകയാണ് ഇത് കട്ട് ചെയ്യാൻ പറയുന്നത്. ഇവള് കൂട്ടാക്കുന്ന സമയം ഇവനാണെങ്കിൽ കത്തിയെടുത്തിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ കുറേ ബ്ലഡ് പോകുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ബോധം കെട്ടി വീണ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോറി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴല്ലോ കുറച്ച് ഇമോഷണലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കണ ഒരു ഡ്രീം നമ്മുടെ ഏതും കാണാൻ കേട്ടോ. എന്നിട്ട് ആ പൂച്ചൂട്ടിനെ എടുത്ത് കൊണ്ടുവരണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവള് പ്രപ്പോസ് ചെയ്തിട്ട് ഐ ലവ് യു പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏതെന്ന്. അപ്പോഴാണ് നമ്മുടെ ഏതിനെ എണീക്കണത്. ആ സമയത്താണ് ഒന്ന് മനസ്സിലായി ഡ്രീം. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഗാർഡനിൽ നിന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വേഗം അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൻ ഇതാണെങ്കിൽ ചാർലിക്ക് കോൾ ചെയ്യായിരിക്കും. എന്നിട്ട് ഹസ്ബൻഡിനായിരിക്കും വിളിക്കേണ്ടാവുക. എന്നിട്ട് ഐ ലവ് യു പറഞ്ഞ് ഉമ്മ കൊടുക്കേണ്ട. ആ സമയത്താണെങ്കിൽ ഏതിനെ കേട്ടിട്ട് ചെറുതായിട്ട് ജലസി വന്നിട്ട് നമ്മുടെ ഏതിനാണെങ്കിൽ അവളെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ് നീ എന്തിനാ അവന് ഉമ്മക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അവൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് കിസ് കൊടുത്ത് എന്താ കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഐ ലവ് യു ചാർലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഏതിനെന്ത് പറയണമെന്നൊന്നും അറിയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ നൈറ്റിലാണെങ്കിൽ ഇവൾ പറയാണ് ഓ ഞാൻ ഫ്രീ ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിൻ തിരിച്ചു പോവും. അപ്പോൾ ഈ ടൈമിലാണെങ്കിലല്ലോ അവൾ തിങ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ എല്ലാ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ചാളിയുടെ അമ്മ ഒരു പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതാണെങ്കിൽ അവൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു ലെറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ ഫസ്റ്റ് ടൈം തന്നെ ചാർലി കണ്ടിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിലെ. അപ്പോൾ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ അത് വായിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 18 വയസ്സിൻ്റെ ടൈമിലാണെങ്കിൽ നമ്മുടെ ചാർലിയാണെങ്കിൽ ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടായിരിക്കും സെർവൻറ്റിൻ്റെ കയ്യിൽ. അതിനുശേഷം ഇവളുടെ ബർത്ത്ഡേക്ക് ഇവനൊരു കേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കും. ആ ടൈമിൽ തന്നെ ആയിരിക്കും അവൾ അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കുക ബർത്ത്ഡേ ടൈമിൽ തന്നെ. അപ്പോൾ അമ്മയുടെ കളറിൽ നിന്ന് ഇവൾ കരയണം കാണുമ്പോൾ ഇവൻ കേക്കാണെങ്കിൽ പുറത്ത് വെച്ച് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അവളെ പണ്ടോട്ട് അവന് ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇമോഷണലായിട്ട് അവൾ ഇന്ന് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതിനാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പെയിൻറ്റിങ് വരയ്ക്കാൻ ആ സമയത്താണെങ്കിൽ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ അവളാണെങ്കിൽ അവിടെ നിന്ന് പുറത്ത് ചാടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളെ വേഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ ഉള്ള വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവളെ കയ്യിലൊക്കെ കുറേ പാടുകളുണ്ട്. അതായത് 60 വയസ്സായ ആൾ ഇവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവളെ അച്ഛൻ ചോദിക്കണം നീ എന്തിനിപ്പോൾ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ പറയാണ് എന്നെ ക്രൂരായിട്ടാണ് അയാൾ പീഡിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു നിമിഷം അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ നില വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ പറയാണ് ഇതിനൊക്കെ ഞാൻ പ്രോബ്ലംസൊക്കെ ഞാൻ സോൾവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് അവളെ കിഡ്നാപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ആരും നമ്മുടെ ഹീറോയിനായിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ പറയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് കടന്നു പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെൻ്റെ ജീവിതത്തിൽ എന്ത് കയറി അന്ന് തൊട്ട് എനിക്ക് നാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റെപ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് അവളൊരു ഐഡിയയും കൊണ്ട് വന്നേക്കാന്ന് പറയുന്നുണ്ട്. ഇനി അവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് വേണം ഇനി ഏതോ വന്നിട്ട് എന്നെ കൊല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പിടിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണിന് എന്ത് പറയണമെന്ന് അറിയണില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ടായിരിക്കും, അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ പെയിൻറ്റിങ് ആണെങ്കിൽ ഇവളെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളെ ലഗേജ് പാക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏതിനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവ ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എവിടേക്ക് പോകണമെന്ന് ചോദിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് 7 ദിവസം കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പെയിൻറ്റിങ് നിലത്ത് വേണ്ട. എന്നിട്ട് നമ്മുടെ ഏതം പറയുന്നുണ്ട് നീ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി തരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നത് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു പോകാമെന്ന് പറയുന്നത്. എന്നിട്ട് ഇവനാണെങ്കിൽ അവളടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ചോദിക്കേണ്ടത്. ഇതിലാണെങ്കിൽ 4 ഗ്ലാസ്സിൽ ഇങ്ങനെ വൈൻ വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ പോയിസൺ കലർത്തിണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് നിനക്ക് എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും പറയണില്ല. എന്നിട്ട് ഇവരാണെങ്കിൽ രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും പറയണില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഏതും വിചാരിക്കും കുടിക്കണ്ടെന്ന് പറയുന്നു. കാരണം ഇവൾക്ക് ഇവനോട് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഇവ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏതിനാണെങ്കിൽ മൂന്നാമത്തെ ഗ്ലാസ്സും കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ പരിതാപകരമായിട്ട് ഇവളെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നാലാമത്തെ ഗ്ലാസ്സും കുടിച്ച് അവനാണെങ്കിൽ പോയിസന് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ടൈമിൽ ഡോക്ടറൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവനാണെങ്കിൽ ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാണ്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പോകുന്നതാണെങ്കിൽ നമ്മുടെ ഏതും കാണുന്നുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർലിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ചാർലിനെ വിളിച്ച് ഹീറോയിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ കാണുന്ന സമയത്ത് ഇവന് ഭയങ്കര ഹാപ്പി ആവുന്ന അഞ്ചുവൻ പറയുകയാണ് നീ ഇന്ന് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈറ്റിൽ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൻ എന്തൊരു സ്നാക്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവൻ എടുത്ത് അവൻ്റെ കോട്ടിനുള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ പറയാണ് നീ മരിക്കുന്നു പറയണ്ട, അങ്ങനെ നിനക്ക് മാത്രം ഹാപ്പി ആയിട്ടുള്ള ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവിടെ കുത്താൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചാർലി ആണെങ്കിൽ ഇടയ്ക്ക് കയറി അവന് കുത്തു കിട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചാർലിയുടെ ബോഡി ഗാർഡ്സ് ഒക്കെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര കരയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ചാർലി നിനക്കൊന്നുമില്ല, നീ എന്നെ വിട്ടു പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചാർലി പറയുന്നുണ്ട് സത്യം പറയുന്നത് എനിക്ക് അതിന് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി ലവ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ അവനൊന്നും പറ്റിണ്ടായിരിക്കില്ല, അവൻ ആ സ്നാക്സ് കവർ വെച്ചിട്ടുണ്ടായിരിക്കില്ല, അവിടെ ആയിരിക്കും അവൾ കുത്തിണ്ടായിരിക്കും. എന്നിട്ട് പറയുകയാണ് ഇവിടെ എത്രയും വേഗം പോലീസിൽ ഏൽപ്പിക്കാൻ പറയണം, എൻ്റെ വൈഫിന് ഹേട്ടായത് ഇവളിങ്ങി ഇവിടെ വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് ഹാപ്പി ആവണം. അങ്ങനെ ഫൈനൽ അവരെ മാരേജ് ആവണം കേട്ടോ. മാരേജിൻ്റെ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിങ് മാറാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെ റിങ്ങൊക്കെ എടുത്ത് മാറുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പേരൻസ്, അതായത് നമ്മുടെ ഈ ചാർലിയുടെ അച്ഛനമ്മയും അതുപോലെ തന്നെ ഫസ്റ്റ് ഉണ്ടായ ഗസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിങ് ഇട്ട് അവർ ഹഗ് ചെയ്ത് ഫൈനലി കിസ്സോട് കൂടി നമ്മുടെ ഈ ഡ്രാമ എൻറ്റാവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.